ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? ഞാൻ കുറേ നാൾക്ക് ശേഷം ഇതാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ബ്രേക്കായി പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി റെഗുലർലി വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു ടെമ്പിളിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടെമ്പിൾ പോലെയല്ല, ഇതൊരു ബുദ്ധ ടെമ്പിളാണ്. സോ ജസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണേ, അറിയില്ല എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി കുറേ നാൾക്ക് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇൻട്രോ എടുക്കുമ്പോൾ ചെറിയൊരു ചളുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുമ്പോൾ 5 വർഷമായി എന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നുണ്ടായിരുന്നില്ല. ഒരു കുറച്ച് നാൾ ഒരു ബ്രേക്ക് എടുത്തു എന്നുള്ളൊരു തോന്നലായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നേ. പക്ഷേ 5 വർഷമായി. 5 വർഷത്തിനിടയിൽ നമ്മൾക്കങ്ങനെ ഭീകരമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളെ അന്ന് ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലാണ് ഞാനും ഏട്ടനും വർക്ക് ചെയ്യണേ. സോ അങ്ങനത്തെ ഒരു ജോലിയുടെ കാര്യത്തിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ മോള് വലുതായി. ഞാൻ ഇത് നിർത്തുന്ന സമയത്ത് അവൾക്ക് 1.5 വയസ്സായിരുന്നു. ഇപ്പോൾ അവൾക്ക് 6.5 വയസ്സായി. അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു കേട്ടോ. അവളിപ്പം 1ാം ക്ലാസ്സിലായി, സ്കൂളിൽ പോകുന്നുണ്ട്. അതാണ് വേറൊരു മാറ്റം എന്ന് പറയണത്. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു വീട് വാങ്ങിച്ചു. വീടും വാങ്ങിച്ചിട്ട് ഇപ്പം 3 വർഷമായി കേട്ടോ. ഗാർബേജ് എടുത്തോണ്ടാണോ വരുന്നത്? ഈ ഒരു പരിപാടി ഇവിടെ സ്ഥിരമുള്ളതാണ് കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോകാൻ ഇറങ്ങുകയാണെങ്കിൽ ഏട്ടൻ ആദ്യം തന്നെ റെഡിയായിട്ട് എന്നെ വെയിറ്റ് ചെയ്യും കേട്ടോ. അതിന് ശേഷം ഞാൻ റെഡിയായി കാറ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആളെ കാണില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ. ഒന്നുമില്ല, പോവാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് കാനഡ വിസേനെ കുറിച്ചിട്ടും കാനഡയിലത്തെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ബ്രേക്ക് എടുത്ത ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്, ഇവിടുത്തെ കോളേജിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാ വെച്ചാൽ 5 വർഷത്തിന് മുന്നേ ഉള്ള കാനഡയല്ല ഇപ്പോഴത്തെ കാനഡ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തടുത്തുള്ള വീഡിയോസിൽ ഞാൻ പറയാം. സോ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ അങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? എന്നെ വീഡിയോ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാള് ഇത്. പിന്നെ വേറൊരാള് എവിടെ പോയി കണ്ണ? അതാണ് കേട്ടോ, അതിനാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് കുറച്ച് വലുതായതിനു ശേഷം എന്റെ ചേച്ചി വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ വീഡിയോസ് ഒക്കെ ചേച്ചി ഇടുന്നതൊക്കെ കാണുമ്പോ ഇവള് എന്റെ അടുത്ത് പറയും, അമ്മയും വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇട് എന്ന് എപ്പോഴും പറയായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ചൂട്. അപ്പം ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. അതിപ്പോ ഉണ്ട് കേട്ടോ. എനിക്ക് ഇൻട്രോ എടുക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറ നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചും കൂടെ
ശരിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തത് കൊണ്ട് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇവള് എൻ്റെ അടുത്ത് പറഞ്ഞ് മടുത്തിട്ട് അവള് തന്നെ സ്വന്തം വീഡിയോ ഉണ്ടാക്കിയിട്ട് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവള് കുറെ നാൾ ഇങ്ങനെ ചെയ്യണ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്കും പിന്നെ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയത്. ശരിക്കും അവളാണ് എനിക്ക് കുറച്ച് കൂടുതൽ മോട്ടിവേഷൻ തന്നത്. അല്ലേടാ കണ്ണ, അമ്മ വീഡിയോ എടുക്കണം എന്ന് അറിഞ്ഞായിരുന്നോ വാവ? എന്താ സാഡ് ആയിട്ടിരിക്കണേ? എന്താ മിണ്ടാത്തെ? എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അത് നമുക്ക് ഡീൽ ചെയ്യാം ലാസ്റ്റ്. അപ്പം അങ്ങനെയാണ് ഇപ്പൊ ഞാൻ രണ്ടാമത് തുടങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ പഴയ വീഡിയോസ് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലേ ഇവളുടെ പേരിലോട്ട് എൻ്റെ ചാനൽ ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. ആ സമയത്ത് ഞാൻ അബദ്ധം കാണിച്ചതാണ്. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഞാൻ വെച്ച് ഇനി ഞാൻ ചെയ്യണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. So long. It was a long drive. Mama, it was a long drive, right? I have to put everything inside. അപ്പൊ ഇതെന്താണ്? There is one actually for us. Yeah, that one next to the red car. There's one next to the next car. To the red car. അവളിറങ്ങിയില്ല, ലോക്കായി. What you doing here? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുദ്ധ ടെമ്പിളാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി പോകാനിരുന്നത് വേറൊരു ബുദ്ധ ടെമ്പിളിലാണ്. അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് ഹിറ്റായിട്ടുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. അത് കുറച്ചും കൂടെ വലിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ചേച്ചിയാണ് അതിൻ്റെ വീഡിയോ എനിക്ക് ആദ്യമായിട്ട് അയച്ചു തന്നത്. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര നല്ല, കാണുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം പോലെ എനിക്ക് തോന്നി. എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനും ചേച്ചിയും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോകാനായിട്ട്. പക്ഷേ പ്ലാൻ ചെയ്ത ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഫീവറായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരൊക്കെ പോയി, ചേച്ചിയൊക്കെ പോയായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ പോവാമെന്ന് വിചാരിച്ച് ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പോവാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇന്നലെ രാത്രി നോക്കിയപ്പോഴാണ്, ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, അഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ടെമ്പററി ക്ലോസ്ഡ് ആണെന്ന്. അത് വിൻ്റർ ടൈമിൽ എന്തോ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ നവംബർ ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് വിൻ്റർ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഇവിടെ ഒരു 1 ഡിഗ്രി 0 ഡിഗ്രി അങ്ങനെ ഫീൽസ് ലൈക്ക് -1 പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു അവിടെ പോകണം, ബുദ്ധ ടെമ്പിളിൽ പോകണം എന്നൊക്കെ വിചാരിച്ച് ആദ്യമായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ അങ്ങനെ തുടങ്ങാമെന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഇടുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതുപോലത്തെ ഒരു ടെമ്പിളിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനിങ്ങനെ നോക്കി സിമിലർ ടെമ്പിൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഈ ടെമ്പിൾ കണ്ടത്. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും നല്ല റിവ്യൂസ് ആയിരുന്നു. ഫോട്ടോസും കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സിമിലർ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് അത്ര വലിയ ടെമ്പിളായിരുന്നില്ല കേട്ടോ അത്. ഈ കാണുന്നതാണ് മെയിൻ ഷ്രൈൻ. അതിനകത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അതിനകം കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു.
Chichi? What do you want to eat? Huh? I want Timbits. Timbits? Yeah. I Okay, see Tim Hortons. Let's go there. okay, let's see. അവിടുന്ന് നമ്മൾ നേരെ പോയത് ടിമോട്ടൻസിലേക്കാണ് കേട്ടോ. ടിമോട്ടൻസ് നമ്മുടെ ഒരു തറവാട് പോലെയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ടിമോട്ടൻസിൽ കയറി അവിടെ നിന്ന് ഒരു കോഫി എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ടിമോട്ടൻസ് ഇവിടെ മുക്കിലും മൂലയിലും കാണുന്നൊരു കോഫി ഷോപ്പാണ് കേട്ടോ. ഇതിപ്പോൾ നാട്ടിലും ഉണ്ടല്ലേ. ഞാൻ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് മേടിക്കുന്ന സെയിം സാധനം തന്നെ ട്രൈ ചെയ്തത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫ്ലേവറായിട്ടല്ല എനിക്ക് തോന്നിയത്. കാണാനും ലുക്കിലും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടല്ല, പക്ഷേ എനിക്ക് ഇവിടുന്ന് കുടിച്ചിട്ട് എനിക്ക് അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമായിട്ടാണ് തോന്നി. അതേപോലെ ഞാൻ പ്രാവശ്യം US പോയ സമയത്ത് അവിടെ നിന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്നും ഇവിടുത്തെ ആ ഒരു ഫ്ലേവർ ആയിരുന്നില്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ മെക്ഡൊണാൾഡ്സ് കണ്ടത്. നോക്കിക്കേ, അതിൻ്റെ രൂപത്തിൽ എന്തോ ഒരു മാറ്റമില്ലേ. പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. കുറേ വർഷമായിട്ടുള്ള മെക്ഡൊണാൾഡ്സ് പോലെ തോന്നുന്നു. സാധാരണ എഴുതിയതൊക്കെ വലിയ മാറ്റമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്ഥിരം പരിപാടി സൺഡേസിൽ നമ്മൾ ഗ്രോസറി വാങ്ങിക്കാൻ പോകും. അതാണ് നടക്കുന്നത്. ഇത് കനേഡിയൻ സൂപ്പർ സ്റ്റോറാണ്. നമ്മൾ ചിലപ്പം കോസ്കോയിൽ പോകും ഗ്രോസറി മേടിക്കാൻ. കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ നമ്മൾ കോസ്കോയിൽ പോവും. കുറച്ച് സാധനങ്ങളാണ് മേടിക്കുന്നതെങ്കിൽ സൂപ്പർ സ്റ്റോറിൽ പോവും. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഐറ്റംസൊക്കെയാണ് മേടിക്കാനുള്ളതെങ്കിൽ ഇവിടെ കേരള സ്റ്റോറുണ്ട്, മദർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള, അവിടെ പോകാറുണ്ട്. Why you hate tomato? It's because when it tastes it, like, how many times people are pushing it? I don't know. You know what? Superstore has to be fit. Their owners have to be fit. ഫ്ലാറ്റ് ബ്രെഡ് വന്നിട്ട് ഞാൻ മോൾക്ക് ലഞ്ചിന് സ്കൂളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോഴത്തേക്കും അവൾ കഴിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വാങ്ങിക്കാമെന്ന് വെച്ചു. ഞാൻ സാധാരണ ഫ്രോസൺ പിസ്സ മേടിക്കാറില്ല, പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലൊരു വേർഷനായിട്ട് തോന്നിയത്. നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് ലഞ്ചിന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫുള്ളി വെജിറ്റേറിയൻ ആണ്. അതിൻ്റെ ടോപ്പിങ്സ് ആണെങ്കിലും എന്താണ് സവർ ക്രീമും ബീഫ് സോസ് അങ്ങനത്തെയൊക്കെയാണ്, കെയിലൊക്കെയാണ്. അപ്പം ഓക്കെയാണ്, വല്ലപ്പോഴും ഒക്കെ കൊടുത്തു വിടാനൊക്കെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്നത്തെ പരിപാടി ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് പിന്നെ കാനഡ വണ്ടർലാൻഡിലും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. അവിടെ വിൻ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഇനി അടുത്ത ആഴ്ചയോ കണ്ടു പോകാമെന്ന് വിചാരിച്ചു.
സോ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, നാളെ ഓഫീസുള്ള ദിവസമാണ്. നാളെ എനിക്ക് ജോലിക്ക് പോകണം. മോൾക്ക് സ്കൂളുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും മെസ്സേജ് വരുന്നതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടും ഇവിടുത്തെ കോളേജിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചുകൊണ്ടുള്ളത്. കാരണം ഞാൻ പഴയ വീഡിയോസൊക്കെ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് സ്റ്റിൽ അങ്ങനത്തെ മെസ്സേജാണ് വരാറ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ അന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ടും സ്നേഹവും നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇനി തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.